എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം തന്നെയായിരുന്നു. രാവിലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുക എന്നതിലുപരി നാലമ്പല ദർശനത്തിന് സാധിച്ചു എന്നതാണ് ഏറ്റവും ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഐശ്വര്യപൂർണ്ണമായ ഒരു ദിവസമായിരുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ആവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ശിവബോധിയൊക്കെ വെച്ച് രാമായണമൊക്കെ പാരായണം ചെയ്യാനായിട്ട് തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. എന്നെ സംബന്ധിച്ചും എനിക്കും ഈ പറഞ്ഞ മംഗളകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ള ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന്. ഇനി നാളെ മുപ്പട്ട് വെള്ളിയാഴ്ചയാണ്, കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാണ്. അപ്പോൾ ലക്ഷ്മി പൂജ ചെയ്യുന്ന ആൾക്കാർ നാളത്തെ ഒരു ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ സാധാരണ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാട് എന്നേ പറയാറുള്ളൂ. അപ്പോൾ നാളെ മുപ്പട്ട് വെള്ളി, കർക്കിടക മാസത്തിലെ മുപ്പട്ട് വെള്ളി എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ശ്രീ ഭഗവതിയെ എതിരേറ്റ് നമ്മുടെ കുടുംബത്തിന് എല്ലാ ഐശ്വര്യത്തിനും വേണ്ടി എതിരേറ്റിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ ദിവസം നമുക്ക് സാധിക്കുമെങ്കിൽ ഒരു പായസം വെച്ച് ഭഗവതിക്ക് ഒരു പായസം വെച്ച് നേദിക്കുന്നത് വളരെ വിശേഷമായിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു നേദ്യം ഭഗവതിക്ക് സമർപ്പിക്കുകയാണല്ലോ പതിവ്. ലക്ഷ്മി പൂജ ചെയ്യുന്ന ദിവസങ്ങളിൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നേദ്യങ്ങളാണല്ലോ നമ്മൾ ഉണ്ടാക്കാറ്. പക്ഷേ നാളത്തെ ഒരു ദിവസം ഒന്ന് ഭഗവതിക്കായിട്ടൊരു പായസം വെച്ച് നേദിക്കുക എന്നുള്ളത് വളരെ നല്ലതായിരിക്കും. കടും പായസം വെച്ച് നേദിക്കാനൊക്കെ അറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾക്കറിയുന്ന പോലെ നമ്മൾ നേദിക്കുക. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പൂജാമുറിയിലല്ലേ നമ്മൾ ഈ ലക്ഷ്മി പൂജ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നേദ്യങ്ങളൊക്കെ എങ്ങനെയാണോ ചെയ്യാറ് അതുപോലെ തന്നെ ഒരു പായസം വെച്ച് നേദിക്കുക. മാത്രമല്ല നെയ്വിളക്ക് കൊളുത്താനായിട്ടും ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നാളെ ഒന്ന് ചെയ്തു നോക്കൂ. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിനുണ്ടാവും. നമ്മൾ പടിപടിയായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വരുന്നത്, അല്ലേ? ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാം ഒന്നും എത്തിപ്പിടിക്കാനൊന്നും ആവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ പടിപടിയായിട്ട് ഓരോന്ന് ചെയ്തിട്ട് വരികയാണ്. അതിൻ്റെയൊക്കെ ഫലം അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട, നമ്മുടെ പിന്നാലെ വന്നോളും. നമ്മൾ ചെയ്യാനുള്ളത് വളരെയധികം ഭക്തിയോട് കൂടി ചെയ്യുക, മനസ്സിലെ വിശ്വാസത്തോടു കൂടി ചെയ്യുക. എന്തെങ്കിലും ചെയ്ത് ഈ കാര്യം ഞാൻ എന്നും ചെയ്യണതാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും വരുമോ എന്നുള്ള പേടി, അങ്ങനെയൊന്നും വിചാരിക്കാണ്ട് എനിക്കിത് ചെയ്യണം എന്നുള്ള മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി നമ്മൾ ആ കാര്യം ചെയ്യുക. കടം തീർക്കാൻ ചെയ്യുന്ന പോലെ ചെയ്യരുത്. നമ്മൾക്ക് ഉള്ളിൽ അത്രമാത്രം ആഗ്രഹിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യണം. അതിനുള്ള ഫലം നമ്മളെ തേടി വന്നോളും. തീർച്ചയാണ്. എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിനുണ്ടാവട്ടെ. ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.